പ്രതീക്ഷകൾ ബലവത്തായില്ലെന്ന് മാത്രമല്ല, വലിയ തോൽവിയാണ് അവിടെ മഹാവികാസ് അഘാഡി എന്ന ഇന്ത്യ സഖ്യം ഏറ്റുവാങ്ങിയത്. ശിവസേനയുടെ ഷിൻഡെ വിഭാഗം നേടിയ സീറ്റുകളും ഇന്ത്യ സഖ്യം നേടിയ സീറ്റുകളും തമ്മിൽ വലിയ അന്തരമില്ലെന്ന് അറിയുമ്പോഴാണ് തോൽവിയുടെ ആഴവും പരപ്പും ബോധ്യമാകുന്നത്. എന്തായാലും തോൽവിക്ക് പിന്നാലെ പല ഞെട്ടിക്കുന്ന വിശദീകരണങ്ങളും പ്രതിപക്ഷത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പാണ് ശരത് പവാർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതിയുടെ വിജയത്തിൽ മതധ്രുവീകരണം പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട് എന്നാണ് ശരത് പവാർ പറഞ്ഞു വെക്കുന്നത്. ലഡ്കി ബഹിൻ പദ്ധതിയും ജയത്തിന് കാരണമായതായും പവാർ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ച രീതിയിലല്ലെന്നും എന്നാൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നുമാണ് ശരത് പവാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിത് പവാർ നേതൃത്വത്തിലുള്ള എൻസിപിക്ക് വോട്ട് കൂടാൻ ലഡ്കി ബഹൻ പദ്ധതിയും മതധ്രുവീകരണവും കാരണമായതായി ശരത് പവാർ തുറന്നു പറയുകയാണ്. സ്ത്രീകളുടെ വൻതോതിലുള്ള പങ്കാളിത്തം മഹാരാഷ്ട്രയിലെ മഹായുതിക്ക് വോട്ട് നേടിക്കൊടുത്തു. തീവ്രവർഗീയത ആളിക്കത്തിച്ച് മഹാരാഷ്ട്രയിൽ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു ബി മുന്നണിയായ മഹായുതി എന്നും ശരത് പവാർ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ ബി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വൻ വിജയം നേടിയതോടെ രാജ്യത്ത് പിറന്നത് പുതുചരിത്രമാണ്. മഹാവികാസ് അഘാഡി സഖ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നിലനിർത്താനാവാത്തത്ര തരത്തിൽ ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ ഇല്ലെന്ന ചരിത്രം കൂടിയാണ് മഹാരാഷ്ട്ര കുറിക്കുകയും ചെയ്യുന്നത്. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, നാഗാലാൻഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും നിലവിൽ പ്രതിപക്ഷ നേതാക്കൾ ഇല്ല. ഇവിടെയെല്ലാം 10% സീറ്റുകളുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും വലിയ 2ാമത്തെ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. അവിടെ നാഥനില്ല കളരിയായി മാറുന്നതോടെ ബി തനി നിറം കാട്ടുമെന്നത് ഉറപ്പാണ്. ഇതിന് പിന്നാലെയാണ് തോൽവിയിൽ വിശദീകരണവുമായി ശരത് പവാർ രംഗത്തെത്തുന്നത്. മഹാവികാസ് അഘാഡി സഖ്യം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ തിരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെയും എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയാണ് ബി മിന്നും വിജയം നേടിയതും. 288 അംഗ നിയമസഭയിൽ 10% അല്ലെങ്കിൽ 29 സീറ്റുകളുള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ പോലും സാധിക്കുക. എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഒരു പാർട്ടിക്കും 29 സീറ്റുകൾ ലഭിച്ചിട്ടില്ല. നിലവിലെ കണക്കുകൾ പ്രകാരം പ്രതിപക്ഷത്തുള്ള ശിവസേന താക്കറെ വിഭാഗം 20 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസ് ആവട്ടെ 16 സീറ്റുകളിലും. എൻസിപി ശരത് പവാർ വിഭാഗം വെറും 10 സീറ്റുകളിൽ ഒതുങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.